അപ്പോൾ കഴിഞ്ഞ ദിവസം ചട്ടി കിടന്ന് ചാടി അല്ല ബക്കറ്റ് കിടന്ന് ചാടിയ വരാലിതാ ചട്ടിയിലായിരിക്കുന്നു. അപ്പോൾ നമുക്ക് അവനെ ഇന്ന് കറി വെക്കാം. ചട്ടി അടുപ്പ് വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചത് എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞൊടിയിടയിൽ റെഡി ആയതൊന്നുമല്ല, ഞാൻ അപ്പുറത്ത് ചതച്ച് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പം എണ്ണ ഒഴിക്കാൻ നോക്കിയപ്പോഴാണ് കേട്ടോ കുറച്ച് കീടം തെളിഞ്ഞിരിപ്പുണ്ട്. അത് നേരെ നമുക്ക് നമ്മുടെ കുപ്പിയിലോട്ട് ഒഴിച്ചേക്കാം. കുറച്ച് ഇങ്ങനെ തെളിയുമ്പോഴാണ് കേട്ടോ ഞാനിങ്ങനെ അരിച്ചരിച്ച് ഒഴിച്ച് വെക്കുന്നത്. അതിങ്ങനെ സൂക്ഷിച്ചും കണ്ടുമൊക്കെയാണ് ഒഴിക്കുന്നത്, അല്ലെങ്കിൽ കീടനും കൂടെ അതിനകത്ത് മിക്സായിപ്പോൾ. നമ്മുടെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇച്ചിരി ഉലുവയാണ് ഞാനിത്, കടുക് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ട് വാട്ടിയെടുക്കുക. കുറച്ച് എണ്ണ കുറവാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ. വേറൊരു പാത്രം ഞാൻ അപ്പുറത്ത് വീണ്ടും വെച്ചിട്ട് അതിനകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പാത്രം അലൂമിനിയത്തിൻ്റെ ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടായപ്പോൾ ഞാനത് ഗ്യാസ് ഓഫാക്കി വെച്ചിട്ടാണ് വീണ്ടും ഒന്ന് കുറച്ച് നേരം ആ ചൂടിലൊന്ന് ഇരുന്നിട്ട് അപ്പം ഞാൻ പിന്നെ അത് ജാറിലോട്ട് ഇട്ട് കേട്ടോ. ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാവാനായിട്ട്. അത് നമുക്ക് ജാറിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കേട്ടോ. വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ട് ഞാൻ അവിടെ നിന്നപ്പോഴാണ് സോപ്പ് തീർന്നേന്ന് ബാത്റൂമിൽ വിളിയായിരുന്നു. അപ്പോൾ സോപ്പ് എടുക്കാൻ നോക്കിയപ്പോൾ എനിക്ക് എത്തുന്നില്ല. പിന്നെ ഞാൻ സ്റ്റൂളിട്ട് കയറി. പിന്നല്ല എന്നിട്ട് ആ ജാറിലോട്ട് അത് കുറച്ച് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ അരച്ച് നോക്കും. ഒത്തിരി വെള്ളം ആവണ്ട കേട്ടോ. എന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ ചട്ടിയിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്തതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അത് ഒന്ന് അപ്പം ഞാൻ ഗ്യാസിൻ്റെ ഇടയ്ക്ക് ഓഫാക്കി വെച്ചാൽ ഞാൻ മറന്നുപോയി. പിന്നെ ഞാൻ കത്തിച്ചിട്ട് വീണ്ടും അതൊന്നുകൂടെ ആ എണ്ണയിലൊന്ന് വാടി നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ആ ജാറ് കഴുകിയ വെള്ളം ഉണ്ടല്ലോ അതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നിട്ട് വെട്ടി അങ്ങോട്ട് തിളക്കട്ടെ. അത് വെട്ടി വെച്ച് വന്നപ്പോൾ കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് പെറുക്കി അങ്ങോട്ട് നിരത്തി കൊടുക്കാം കേട്ടോ. പച്ചമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിതിലിട്ടിട്ടില്ല, കുരുമുളകാണ് ഇടാൻ പോകുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ അങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് അങ്ങോട്ട് വേവിക്കാം. അപ്പോഴാണ് പാറുവിൻ്റെ ഇവിടെ ഡാൻസ് പരിപാടിയൊക്കെ നടക്കുന്നത് കേട്ടോ. പാറു റിഹേഴ്സലിലാണ്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എടുക്കേണ്ട അമ്മ പോകുന്നൊക്കെ പറഞ്ഞ് ഞാൻ മൈൻഡ് ചെയ്തൊന്നുമില്ല. കുറച്ച് നേരം ഞാൻ വീഡിയോ ഒക്കെ എടുത്തിരുന്നു. അന്നേരമാണ് കറിയൊക്കെ സെറ്റായി വരുന്നത്. കുറച്ച് അങ്ങനെ കുരുമുളകൊക്കെ നന്നായിട്ട് തൂവി കൊടുത്ത് 2 കറിവേപ്പില വെച്ച് ഡെക്കറേറ്റും ചെയ്തു. പിന്നെ നമ്മുടെ വരാൽ ഫ്രൈയും റെഡി.